9-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം. രാത്രി 9 മണിക്ക് പഞ്ചവാദ്യം, ശിങ്കാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്കെഴുന്നള്ളിപ്പ്. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. നടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. വലപ്പാട് പോലീസ് SHO MK രമേശ് ജീവദ്യുതി രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ ലോക്കൽ മാനേജർ പ്രസന്നൻ PK മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ ജയാബിനി, വികസന കമ്മിറ്റി ചെയർമാൻ CS മണികണ്ഠൻ, വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖിലേഷ്, KHR തൃപ്രയാർ യൂണിറ്റ് സെക്രട്ടറി അക്ഷയ S. കൃഷ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം ഡോക്ടർ അഞ്ജലി PS നേതൃത്വം നൽകി. സയന്റിഫിക് അസിസ്റ്റന്റ് ഷീജ V, സിസ്റ്റർ അനിത തുടങ്ങിയ 15ഓളം വരുന്ന ടീം അംഗങ്ങൾ പങ്കെടുത്തു. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, സീനിയർ അസിസ്റ്റന്റ് രഘുരാമൻ KR, ഷൈജ EB എന്നിവർ നേതൃത്വം നൽകി. 200ഓളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ 88 പേരുടെ രക്തദാനം ചെയ്തു. ഏറ്റവും അധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ രക്തദാന ക്യാമ്പ് നടത്തിയതിന് സംസ്ഥാന NSS യൂണിറ്റിന്റെ മധ്യമേഖല അവാർഡിന് അർഹമായ യൂണിറ്റാണ് നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. വ്യക്തികളെല്ലാവരും തന്നെ എല്ലാവരുടെ പേരും എനിക്കറിഞ്ഞു. അപ്പോൾ ഈ എസ്.എൻ. ട്രസ്റ്റ് നാട്ടിക HSSന്റെ ആഭിമുഖ്യത്തിൽ ജീവദ്യുതി എന്ന പേരിൽ നടക്കുന്ന ഈ രക്തദാന ക്യാമ്പ് ഈ കുട്ടികൾ, അതായത് പ്രത്യേകിച്ച് സ്കൂളിലാവുമ്പോൾ ഇതൊരു വളരെ നല്ല ഒരു സേവന തൽപരത. മീൻസ് രക്തദാനം എന്ന് പറയുന്ന മഹാദാനമാണല്ലോ. കുഞ്ഞുങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള ഒരു സേവന മനോഭാവം വളർത്തിക്കൊണ്ടുവരാൻ അത് ഉപകരിക്കും. വളരെ നല്ല രീതിയിലുള്ള അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ. അത്